പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ തിരുവചനവുമായി പവർഷൻ മീഡിയയിലൂടെ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൽ ഓരോ ദിവസവും നമ്മൾ ആശ്രയിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ളതായ റിനീഷ് PB ആണ്. പ്രിയ സഹോദരനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഒരു വലിയ വിടുതൽ കാണുവാൻ താൻ ആഗ്രഹിക്കുകയാണ്. തൻ്റെ മുൻപോട്ടുള്ള വഴികളൊക്കെ തുറക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു ജോലിയുടെ വഴി തുറക്കപ്പെടണം, ഭാവിയുടെ വഴി തുറക്കപ്പെടണം. എല്ലാറ്റിലും പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി നമുക്ക് ആത്മാർത്ഥമായി എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയ സഹോദരന്റെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതം ചെയ്തു എന്ന് പറയുവാൻ തക്കൊണ്ട് ഇടയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ആലയത്തിൽ വന്ന് ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ കണ്ട ചില ഒരു കാര്യത്തെ ഊന്നി പറഞ്ഞും കൊണ്ടാണ് ഈ വചനം ഇവിടെ ആരംഭിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു തലപൊക്കി നോക്കിയപ്പോൾ ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് യേശു, ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും കൂടുതൽ ഇട്ടിരിക്കുന്നുവെന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ തിരുവചനം കർത്താവ് ആലയത്തിൽ നിന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ധാരാളം ആൾക്കാർ ആലയത്തിലുണ്ട്. കർത്താവ് തന്നെ പറയുന്നത് ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ധനവാന്മാർ, അപ്പോൾ ഒരു ധനവാനല്ല, അനേകം ധനവാന്മാരെല്ലാം വന്ന് ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് അവരുടെ സമൃദ്ധിയിൽ നിന്നാണ് അവർ കൊണ്ടിടുന്നത് കർത്താവ് കണ്ടത്. അങ്ങനെ കർത്താവ് ആ ധനവാന്മാരെ മാത്രമല്ല നോക്കി നിന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അവരുടെ അരികെ ചെന്ന് പറഞ്ഞ കർത്താവിന്റെ ഒരു 2-3 ദിവസത്തെ കൺവെൻഷന് വേണ്ട പൈസയൊക്കെ ഒപ്പിക്കാമെന്ന് കർത്താവ് വിചാരിച്ച് നിൽക്കുമല്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ അയ്യോ, അവരിൽ ഒരാളോട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പ്രോഗ്രാം ഒക്കെ ഒന്ന് സ്പോൺസർ ചെയ്ത് കിട്ടിയേനെ എന്ന് പറയുവാനല്ല. ഹല്ലേലൂയ. കർത്താവ് ധനവാന്മാരെ മാത്രമല്ല നോക്കിയത്, കർത്താവ് സാധുവായ ദരിദ്രയായ ഒരു വിധവയുടെ കയ്യിലേക്ക് നോക്കി. ഹല്ലേലൂയ. ധനവാന്മാര് വലിയ കിഴിക്കെട്ടുകളായിരിക്കും ഒരു പക്ഷേങ്കിൽ ഭണ്ഡാരം നിറച്ചു കൊണ്ടുവന്നിട്ടത്. കിഴിക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ അതുപോലെ സമൃദ്ധിയിൽ നിന്ന് അവർ കൊണ്ടുവന്നിട്ടത്. സാധുവായ വിധവ, അവളുടെ കൈക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന ചെറിയ നാണയം, ഏറ്റവും ചെറിയ നാണയം, നാണയത്തുട്ടുകളിൽ വെച്ച് ഏറ്റവും ചെറിയ നാണയം, അവളുടെ കൈക്കകത്ത് അത് ഒതുക്കി പിടിച്ചിരിക്കുക. കാരണം എന്നാ? ആരും അത് കാണരുത്, തൻ്റെ ഇല്ലായ്മ ആരും അറിയരുത് എന്ന് കരുതി അവൾ ആ കൈക്കകത്തൊതുക്കി വെച്ച അവൾ ആ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവന്ന ആ നാണയത്തുട്ടുകൾ ഇട്ടു. വചനം പറയുന്നത് 2 കാശ് എന്ന വിധവയുടെ 2 കാശ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവ് ആ വിധവയുടെ കയ്യിൽ ഒതുക്കി പിടിച്ചിരുന്ന ആ 2 കാശ് കണ്ടു. ഹല്ലേലൂയ. ആ 2 കാശ് കണ്ടിട്ട് കർത്താവ് അതിനെ ഹൈലൈറ്റ് ചെയ്തു. ചെയ്തിട്ട് ആ വിധവയെ ഹൈലൈറ്റ് ചെയ്തു. ഓ, ഈ വിധവയെ കണ്ടു, അവൾ 2 കാശ് കൊണ്ടിട്ടു, അവളുടെ ഉപജീവനമൊക്കെയും കൊണ്ടിട്ടു. ഹല്ലേലൂയ. അപ്പോൾ അവളുടെ ഉപജീവനം ഒക്കെയും എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ 2 കാശാണ് അവൾക്കുള്ളത് മൊത്ത സമ്പാദ്യം. അത് മുഴുവൻ അവൾ കൊണ്ടുവന്ന് അവിടെ ഇട്ടു, ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് ഇട്ടു. ഇന്ന് നമ്മൾ അങ്ങനെ ഇടുവോ? ഇല്ല.
നമ്മൾ ആലയത്തിൽ ചെന്നാൽ, ഞാൻ എവിടെയും ചെന്നാൽ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ വണ്ടിക്കൂലി നോക്കും. എനിക്ക് തിരിച്ചു പോകാനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ബാഗിൻ്റെ അകത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് ചെറിയൊരു തുകയെടുത്തേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? ഭണ്ഡാരത്തിൽ ഇടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സ്തോത്രകാഴ്ച പാത്രത്തിൽ ഇടത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെ വചനം പറയുന്നു, കർത്താവിന് വേണ്ടി അവൾ അവളുടെ ഉപജീവനമൊക്കെയും അവളുടെ സമ്പാദ്യം മുഴുവനും കൊണ്ടുവന്ന് ആ ഭണ്ഡാരത്തിലേക്ക് ഇട്ടപ്പോൾ അവളെ കുറിച്ച് പറയുന്നത് അവളൊരു വിധവയാണ്. അടുത്ത നിമിഷം അവൾ എങ്ങനെ ജീവിക്കുമെന്നോ അവൾക്ക് വേണ്ടി കരുതുമെന്നോ ഒന്നും അവൾക്കറിയില്ല. 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ വിധവയെ കുറിച്ച് പ്രസംഗിക്കുന്നു. അവൾ ചെയ്തത്, അവൾ ആ 2 കാശിട്ടത് അവളുടെ കൈക്കകത്ത് ഒതുക്കി വെച്ചിരുന്ന, ആരും കാണാതെ അവളിട്ട ആ 2 കാശിന്റെ കണക്ക് കർത്താവ് എടുത്തു പറഞ്ഞു. അത് 2 കാശായിരുന്നു. അത് ഏറ്റവും ചെറിയ നാണയമായിരുന്നെങ്കിലും ആ കാശിനെയാണ് സ്വർഗമെന്ന് ഹൈലൈറ്റ് ചെയ്തത്. ഇന്ന് പൽക്കാലം പ്രിയമുള്ളവരെ, നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നാം നമ്മുടെ മനസ്സോടെ കർത്താവിന് കൊടുക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിർബന്ധത്താലല്ല. നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത് എങ്ങനെയാണ്? നിർബന്ധത്താലാണ്. കാരണം നമ്മളോട് ചിലരൊക്കെ ഫോഴ്സ് ചെയ്യും, കൊടുക്കേ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കൂ എന്ന്. ഈ വിധവയുടെ ഒരിക്കൽ ആരും ഒന്നും പറഞ്ഞില്ല. അവൾ മനസ്സാലെ കൊടുക്കുക ചെയ്തത്, നിർബന്ധത്താൽ ഒന്നുമല്ല. ധാരാളം പണം അവിടെ ഭണ്ഡാരത്തിൽ വന്ന് വീഴുന്നുണ്ട്. നമുക്കറിയാം, ദേവാലയത്തിലെ അവിടെ ഒരാവശ്യം പറയുമ്പോഴത്തേക്കിന് വെള്ളിയും പൊന്നും അല്ലെങ്കിൽ നാണയങ്ങളും എല്ലാം ധാരാളമാണ് അവിടെ ആലയത്തിലേക്ക് വരുന്നത്. അവസാനം മതി എന്ന് പറയത്തക്കവണ്ണം ധാരാളം വരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ കൊടുക്കുവാൻ ധാരാളം ആൾക്കാർ അവിടെ ഉള്ളപ്പോൾ ഈ വിധവയ്ക്ക് ഒരു പക്ഷെങ്കിൽ ഹൃദയത്തിൽ ചിന്തിക്കാമായിരുന്നു, ധാരാളം ധനവാന്മാരുണ്ട്, അവരെല്ലാം കൊടുക്കട്ടെ, പിന്നെ എൻ്റെ ഈ ചെറിയ 2 കാശ് ഇടണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? എനിക്കില്ലാത്തവളല്ലേ, ഞാൻ വിധവയല്ലേ, എനിക്ക് ആര് തരും? എനിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് അവൾക്ക് വേണമെങ്കിൽ മാറിയിരിക്കാമായിരുന്നു. പ്രിയമുള്ളവരെ, സാധുവായ വിധവ അവളുടെ കയ്യിലെ 2 കാശ് കർത്താവിന്റെ ആലയത്തിൽ വന്ന ഭണ്ഡാരത്തിലേക്ക് ഇട്ടപ്പോൾ സ്വർഗം അവളെ മാനിക്കുവാനിടയായി തീർന്നു. ആ സാധുവിന്റെ കയ്യിലെ 2 കാശ് കണ്ടെങ്കിൽ നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുന്നതും ചെലവാക്കുന്നതും എല്ലാം കാണുന്ന ദൈവമുണ്ട്. ആരും അറിയാനല്ല, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ആമേൻ ഹല്ലേലൂയ, ഒന്നിനും വേണ്ടിയല്ല, മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തുവാനും ഒന്നിനുമല്ല. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നമ്മൾ ചെയ്താൽ കർത്താവ് നമ്മളെ മാനിക്കുവാനിടയായി തീരും. ആരും അറിയാതെ ആമേൻ, ആരും അറിയാതെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്തവരെ എല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, അത്ഭുതത്തിന്റെ വഴികൾ തുറന്നിട്ടുണ്ട്. അതിലുപരിയായി ഒരു കാര്യം കൂടെ പറയാം. 2 കാശാണ് ഇട്ടതെങ്കിൽ പിന്നീട് അനവധി ഇടുവാൻ തക്കവണ്ണം കർത്താവ് കരങ്ങളെ ബലപ്പെടുത്തുവാനിടയായി തീരും. കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കരങ്ങൾ ഒരിക്കലും ശൂന്യമായി പോകുകയില്ല. കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ഭവനങ്ങൾ ഒരിക്കലും ശൂന്യമായി പോകുകയില്ല. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരെ സ്വർഗം മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ആമേൻ, 3 ദിവസം ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ വചനം കേട്ട ഇരുന്ന ജനം വിശന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറയുന്ന കാര്യമുണ്ട്, ഇവർക്ക് തിന്മാൻ കൊടുപ്പിൻ. അപ്പോൾ അവിടെ ശിഷ്യന്മാര് പറയുന്നത്, കർത്താവേ, 200 കാശിന് അപ്പം മേടിച്ചാലും തികയത്തില്ല. കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ വക്കൽ എന്തുണ്ട്? അവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. കർത്താവ് അത് കണ്ടിട്ടാ പറഞ്ഞത്, നിങ്ങൾ ഇവർക്ക് തിന്മാൻ കൊടുക്കാൻ. അപ്പോൾ ഒരു ബാലകന്റെ കയ്യില്, ഒരു ചെറിയ ബാലകന്റെ കയ്യില് 5 അപ്പവും 2 മീനും കർത്താവ് കണ്ടുവെങ്കില് 5000 തിന്നു തൃപ്തിയായി എന്ന്
കൊണ്ടുവന്ന് ബാക്കി ശേഷിച്ച 12 കൊട്ട ശിഷ്യന്മാർക്ക് കൊടുത്തു വിട്ടു എന്നും നമ്മൾ വചനം വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ബാലകന്റെ കയ്യിലെ അപ്പം കണ്ടിട്ട് തന്നെയാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഇവർക്ക് തിന്നാൻ കൊടുപ്പിൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ സമ്പാദ്യത്തെ കാണുന്ന ദൈവം അതിനെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ സമ്പാദ്യത്തെ വർദ്ധിപ്പിക്കുവാൻ, കർത്താവിന് അതുകൊണ്ടൊരു അത്ഭുതം ചെയ്യുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. നമ്മൾ അത് കർത്താവിൻ്റെ കയ്യിലേക്കൊന്ന് കൊടുത്താൽ മതി. ബാലകന്റെ കയ്യിലെ 5 അപ്പവും 2 മീനും കർത്താവിന്റെ കയ്യിലേക്ക് എത്തിച്ചപ്പോൾ, ബാലകന്റെ കയ്യിൽ നിന്നത് ശിഷ്യന്മാരുടെ കയ്യിൽ വന്നു, ശിഷ്യന്മാരുടെ കയ്യിൽ നിന്നത് കർത്താവിന്റെ കയ്യിലേക്ക് എത്തി. കർത്താവിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിനെ അനുഗ്രഹിച്ചു. ആമേൻ. ആ അപ്പം വർദ്ധിക്കുവാൻ തുടങ്ങി, ആ മീൻ വർദ്ധിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അത്ഭുതത്തിന്റെ അപ്പമായി, അത്ഭുതത്തിന്റെ അപ്പമായി മാറി. ആമേൻ. കടന്നു വന്ന പുരുഷാരം മുഴുവൻ തിന്ന് തൃപ്തരായി. ആമേൻ. ശിഷ്യന്മാരുടെ കൊട്ടകളും നിറച്ചെടുത്ത ആമേൻ സ്വർഗം അവരെ അനുഗ്രഹിച്ചു മടക്കി അയച്ചത് ബാലകന്റെ കയ്യിലിരുന്ന ആ അപ്പത്തെ സ്വർഗം കണ്ട് അത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തപ്പോഴാണ്. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും കൊടുത്താൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ 5 അപ്പം തന്നില്ലേ, 2 മീൻ തന്നില്ലേ എന്ന് പറഞ്ഞ് കണക്കും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ കണക്കും പറഞ്ഞിരിക്കാവുന്നേ ഉള്ളൂ, അവസാനം വഴക്കുണ്ടാക്കാവുന്നേ ഉള്ളൂ. എവിടെ കണക്ക് പറയുന്നുണ്ടോ അവിടെ എല്ലാം അവസാനം അടിയാണ്. അതുകൊണ്ട് കണക്ക് പറഞ്ഞ് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാവുന്നല്ലാതെ അവിടെ അത്ഭുതങ്ങളൊന്നും നടക്കത്തില്ല. പക്ഷേ കർത്താവിന്റെ കരത്തിൽ കൊടുത്തിട്ട് കർത്താവിന്റെ കരം അതിൻ്റെ മേൽ, ആപ്പത്തിന്റെ മേൽ വയ്ക്കുമ്പോൾ അവിടെ അത്ഭുതമാണ് നടക്കുന്നത്. ശിഷ്യന്മാരുടെ കരത്തിൽ കിട്ടുന്നതെല്ലാം ശിഷ്യന്മാര് തന്നെ വിളമ്പാൻ തുടങ്ങിയിരുന്നെങ്കിലോ 5 അപ്പം കൊണ്ട് എത്ര പേർക്ക് വീതിക്കാൻ പറ്റിയേനെ? ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളെ കൊണ്ട് സാധ്യമല്ലിത്. മോശ ഒരിക്കൽ ഇങ്ങനല്ലേ പറഞ്ഞ, ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ, തൻ്റെ അരിക്കൽ വന്നവരോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ എൻ്റെ അരിക്കൽ കൊണ്ടുവരുവിൻ, ഞാനത് തീർത്തു തരാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ കർത്താവിൻ്റെ അരിക്കലേക്ക് അങ്ങ് കൊടുക്കണം. ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തത് അവർക്ക് വേണമെങ്കിൽ അവർക്കത് കൈകാര്യം ചെയ്യാമായിരുന്നു. പക്ഷേ അവരത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. കർത്താവ് അതിന് പ്രാർത്ഥിച്ച് അതിനെ വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കരങ്ങളിലുള്ളത് എത്ര ചെറുതായിരുന്നാലും അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ കർത്താവ് അതിനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുവാൻ, ഒരത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീരും. നമുക്കറിയാം, പത്രോസ് ഒരിക്കൽ കരം കൊടുക്കുവാനില്ലാതെ കർത്താവിൻ്റെ അരികിൽ വന്നു പറഞ്ഞു. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ കടലിൽ പോയി ചൂണ്ടയിടുക. മത്സ്യത്തോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. മത്സ്യത്തിന്റെ വയറ്റിൽ കർത്താവ് ദ്രഹ്മ കണ്ടിരിക്കുക. പത്രോസ് കടലിൽ പോയി ചൂണ്ടയിട്ട് മത്സ്യത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിന്റെ വയറ്റിലിരിക്കുന്ന ദ്രഹ്മ എടുത്തും കൊണ്ട് വന്ന് കർത്താവിനും പത്രോസിനും വേണ്ടി കരം കൊടുക്കുന്നു. ഒരു മത്സ്യത്തിന്റെ വയറ്റിലിരിക്കുന്ന ദ്രഹ്മ കർത്താവ് കണ്ടു. അത് മത്സ്യം ആ ദ്രഹ്മ വിഴുങ്ങിയപ്പോൾ കർത്താവ് ഏതൊരു പദ്ധതിക്കായിട്ടാണ് അതിനെ വേർതിരിച്ചത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയും കയ്യിലിരിക്കുന്ന പല പല സമ്പാദ്യങ്ങളും, ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, പലതിനെയും കർത്താവ് വേർതിരിച്ചിരിക്കുക. കർത്താവ് അതിനെ വേർതിരിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുക. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ് കർത്താവ് അതിനെ വേർതിരിച്ചിരിക്കുന്നത്. പാവം മത്സ്യത്തിന് അറിയത്തില്ലല്ലോ പണം വിഴുങ്ങിയത് എന്തിനു വേണ്ടിയാണെന്ന്. അത് തീറ്റ എന്ന് കരുതി എന്ത് ചെയ്തു? അതിന് കിട്ടിയ പണം അത് വിഴുങ്ങി. എന്നാൽ കർത്താവ് അതിനെ വേർതിരിച്ചു വെച്ചു.
ഇന്ന് നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന പല സമ്പാദ്യങ്ങളും നമുക്കറിയില്ല എന്തിനു വേണ്ടിയാണത് ആ കർത്താവ് വേർതിരിച്ചിരിക്കുന്നതെന്ന്. ചില മിനിറ്റുകൾക്ക് മുൻപ് അല്ലെ ചില ദിവസങ്ങൾക്ക് മുൻപ് മാത്രമേ കർത്താവ് അത് നമ്മളെ അറിയിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മുന്നമേ അറിയിച്ചാൽ ചിലപ്പോൾ നമുക്ക് വലിയ പ്രയാസം നേരിട്ടെങ്കിലോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നും അത് കർത്താവിന് വേണ്ടി ചെലവാക്കാനും ചെലവിടുവാനും ഒക്കെ പറയുമ്പോൾ നമുക്ക് വലിയ ഭാരങ്ങൾ നേരിട്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ പോലും അറിയാതെ കർത്താവ് നമ്മളുടെ കരങ്ങളിൽ വരുന്ന ചെറുതും വലുതുമായ ഓരോ കരുതലുകളെയും മാറ്റിവെക്കുന്ന ദൈവമാണ്, വേർതിരിക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾക്കായി, കർത്താവിന്റെ നാമം മഹത്വത്തിനായിട്ട് കർത്താവ് അതിനെ വേർതിരിച്ചിരിക്കുന്നു. അവസാന സമയങ്ങളിലായിരിക്കും നാം പോലും അതറിയുന്നത്. ഇത് കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നാം നമ്മുടെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ അല്ല വലിയതായിക്കൊള്ളട്ടെ, വലിയ സമ്പാദ്യങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിച്ചാൽ നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 8-ാം അധ്യായത്തില് അവിടെ കാണുന്നു, സഹോദരിമാര് വലിയൊരു കൂട്ടം കർത്താവിനോട് കൂടെ തൻ്റെ ശിഷ്യന്മാരോട് കൂടെ പട്ടണങ്ങൾ തോറും കയറി ഇറങ്ങി സുവിശേഷം പ്രസംഗിച്ച് നടക്കുകയാണ്. അപ്പൊ ആ സഹോദരിമാരെല്ലാം തങ്ങളുടെ നിലങ്ങളെ വിറ്റു കൊണ്ടുവന്ന ആ പണമാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിന്റെ കാൽക്കൽ വെച്ചത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചെലവിടുന്നതൊന്നും നഷ്ടമായി പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, എത്രയോ പേരാണ് വീടും വസ്തുക്കളും ഒക്കെ വിറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരില്ലേ? എത്രയോ പേര് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടോ ആ പ്രിയപ്പെട്ടവരൊക്കെ രക്ഷപ്പെടാതെ അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയ അനേക ചരിത്രങ്ങളില്ലയോ? എന്നാൽ കർത്താവിന് വേണ്ടി നമ്മൾ വേർതിരിക്കുന്നത് നമുക്ക് സ്വർഗത്തിൽ വലിയൊരു നിക്ഷേപമാണ്. ഹല്ലേലൂയ. അതൊരിക്കലും നഷ്ടമല്ല, അത് ഒരിക്കലും നമുക്ക് ഹല്ലേലൂയ നഷ്ടമായി പോകുന്നില്ല. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ കർത്താവ് നമ്മെ മാനിക്കുവാനിടയായി തീരുന്നു. ഹല്ലേലൂയ. അതെ, കർത്താവ് പറയുകയാണ്, പത്രോസേ, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? നീ എന്തിനാണ് വിഷമിക്കുന്നത്? നിനക്ക് വേണ്ടിയുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടിയുള്ളത് ഞാൻ അതേ വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. വചനം പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറയത്തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവം കടലിന്റെ ആമേൻ ഹല്ലേലൂയ അടിയിൽ കൂടി ഓടുന്ന മത്സ്യത്തിന്റെ വയറ്റിനകത്ത് ആമേൻ ഹല്ലേലൂയ കരവടയ്ക്കുവാനുള്ള ദ്രഹ്മ ആമേൻ വേർതിരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കരുതി വെച്ചിരിക്കുന്ന സർവശക്തന്റെ അത്ഭുത പ്രവൃത്തി അനുഭവിച്ചറിഞ്ഞ പത്രോസാണ് പറഞ്ഞത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. കരമടയ്ക്കുവാനാണോ, അതോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള ഫീസിന് വേണ്ടിയാണോ, അതോ വീടും വസ്തുവും വാങ്ങാനാണോ, വീട് പണിയുവാനാണോ, കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചയക്കുവാനാണോ? എന്തിനാണ് നീ ഭാരപ്പെടുന്നത്? നീ ആകുലപ്പെടണ്ട, നീ ചിന്തിക്കണ്ട. നീ എന്തിനാണ് ഉറക്കമില്ലാതെ കിടക്കുന്നത്? കർത്താവിന്റെ സന്നിധിയില് ആമേ പ്രാർത്ഥിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ ആ വിഷയത്തെ സമർപ്പിച്ചിട്ട് സ്തോത്രം പറഞ്ഞ് നീ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ ആ വചനം പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, 4-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ കർത്താവ് തന്റെ ഭക്തന്മാർക്ക് ഉറക്കത്തിൽ എന്ന പോലെ കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ഞെരുക്കത്തിൽ ഇരുന്നപ്പോഴാ സങ്കീർത്തനക്കാരൻ നിലവിളിച്ചത്. ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ കർത്താവ് തനിക്ക് വലിയൊരു നന്മയുടെ വഴി തുറന്നു കൊടുത്തു. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട് 4-ാം സങ്കീർത്തനത്തിൽ, നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. ഹല്ലേലൂയ. ആരാ നന്മ കാണിക്കുന്നതെന്ന് പലരും പറയുന്നു. അതാ വചനം പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുള്ളത് ഒരു മനുഷ്യർക്കും അറിയത്തില്ല. കർത്താവ് അതിശയകരമായിട്ടാണ് കരുതി വെച്ചിരിക്കുന്നത്. കർത്താവ് അത്ഭുതകരമായിട്ടാണ് കരുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എത്ര വർണ്ണിച്ചാലും എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ,
നിങ്ങളുടെ ഹൃദയം വളരെയധികം അകലപ്പെട്ടിരിക്കുകയാണോ? നിങ്ങൾ ഭാരപ്പെടണ്ട. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. കർത്താവിനെ മാനിക്കുന്നവരെ കർത്താവ് മാനിക്കും. പ്രിയമുള്ളവരെ, വാസ്തവമായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞാൻ ഹല്ലേലൂയ ജോലിക്കായിട്ട് നഴ്സിംഗ് പഠിച്ച് ജോലിക്ക് പോകുവാൻ, ഗൾഫിൽ പോകുവാൻ പാസ്പോർട്ടും എടുത്തു വെച്ച വ്യക്തിയാണ്. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി ഉണ്ടായപ്പോൾ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. ഞാൻ അന്നിങ്ങനെയാണ് കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ, പത്രോസ് ഇറങ്ങിയതുപോലെ ആഴിയെന്നോ ആഴമെന്നോ നോക്കാതെ അങ്ങ് ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഇറങ്ങി. അന്ന് ഒന്നും കാണാനില്ല, ഒന്നും വിശ്വസിക്കുവാനില്ല, ഒന്നും ആശ്രയിക്കുവാനില്ല, ഒന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ. കാണത്തക്കവണ്ണമുള്ള ഒരു കാര്യവുമില്ലായിരുന്നു ജീവിതത്തില്. മുൻപോട്ടുള്ള ഭാവിയൊക്കെ എന്തായി തീരുമെന്ന് അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ സർവശക്തനായ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചു. കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. 1990 ഞാൻ സ്നാനപ്പെട്ടത്. 93 ഞാൻ ബൈബിൾ കോളേജിൽ കടന്നുപോയി. ആമേൻ. ഹല്ലേലൂയ. വാസ്തവത്തിൽ എനിക്കൊന്നും ബൈബിളിനെ കുറിച്ച് അറിയത്തില്ല, എന്തൊക്കെയാണെന്നൊന്നും അറിയാതെ ഞാൻ കടന്നുപോയത്. ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ സർവശക്തനായ ദൈവം മാനിക്കുവാനിടയായി തീർന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ അവന്റെ മേൽ നിങ്ങളുടെ സകല ചിന്താകുലം ഇട്ടുകൊള്ളും എന്നുള്ള വചനം എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. ഇന്നുവരെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ജോലി ചെയ്തത് കൊണ്ടല്ല ഒന്നും നേടിയത്. ഹല്ലേലൂയ. കർത്താവ് എനിക്കെല്ലാം നൽകി തന്നു. ഹല്ലേലൂയ. ഒന്നുമില്ലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരു സെന്റ് ഭൂമി പോലും എനിക്കില്ലായിരുന്നു. സർവശക്തനായ ദൈവം ഇന്ന് എനിക്കെല്ലാം നൽകി തന്നു. ഹല്ലേലൂയ. കർത്താവിനെ സേവിക്കുന്നവരെ, കർത്താവിനെ മാനിക്കുന്നവരെ കർത്താവ് മാനിക്കുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ഉയർത്തുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, വാസ്തവമായി നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് നമ്മളെ മാനിക്കും. നമ്മൾ വെറുതെ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എന്തായി തീരും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരും, എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്തായി തീരും, എൻ്റെ മുൻപോട്ടുള്ള വഴികൾ എന്തായി തീരും എന്നോർത്ത് വെറുതെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. കർത്താവിൻ്റെ സന്നിധി താണിരുന്നാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, കർത്താവിൽ ആശ്രയിച്ചാൽ മതി. കർത്താവ് നമ്മളെ തക്ക സമയത്ത് ഉയർത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസിനൊരു കാര്യം ഉറപ്പായിരുന്നു, കർത്താവ് കരുതിക്കൊള്ളുമെന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കരുതുമെന്നുള്ളത് പത്രോസിന്റെ ജീവിതത്തിൽ വളരെ ഉറപ്പായിട്ട് തനിക്ക് അനുഭവമുള്ള കാര്യമാണ്. കാരണം തന്നെ കർത്താവ് വിളിക്കുമ്പോൾ ഹല്ലേലൂയ, അതേ ആ നിറഞ്ഞ ആ ഒരു വള്ളം നിറയെ, ആ പടക് നിറയെ മത്സ്യമായിരുന്നു. കർത്താവ് പറഞ്ഞത് എന്താണ്? ശിമോനെ, നീ ഇതെല്ലാം വിട്ടിട്ട് എന്നെ അനുഗമിക്ക്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കാന്ന് പറഞ്ഞു. കർത്താവിനെ ആമേൻ താൻ അനുഗമിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിന്റെ ഒരിക്കൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാ, എന്നെ വിട്ട് കർത്താവ് അങ്ങ് പോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആ തൻ്റെ സമർപ്പണം, ആ പാപിയാണെന്നുള്ള ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞും കൊണ്ട് സമർപ്പിച്ചും കൊണ്ട് താനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സർവശക്തനായ ദൈവം തന്നെ ഉയർത്തുവാനിടയായി തീർന്നു, മാനിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ 21 അധ്യായത്തിൽ നമ്മൾ കാണുന്നു, കർത്താവ് പത്രോസിനോട് പറയുകയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ ഹല്ലേലൂയ ആടുകളെ പത്രോസിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. യാതൊന്നുമില്ലാതെ ആമേ ശൂന്യമായ കരങ്ങളും കൊണ്ട് ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്. ശ്രേഷ്ഠമായ അനുഭവത്തിൽ സ്വർഗം മാനിച്ച് അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ശൂന്യതയുടെ നടുവിൽ നിന്ന് തുടങ്ങിയാൽ കർത്താവ് എല്ലാം തന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനിടയാകും. നമ്മളെല്ലാം ഉള്ളവരായിട്ട്
ഇറങ്ങിയാൽ കർത്താവിൻ്റെ നാമത്തിന് ഒരു മഹത്വവും കൊടുക്കത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ഒന്നുമില്ല എന്ന് സമ്മതിച്ചും കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോൾ താഴ്ത്തി ഏൽപ്പിക്കുന്നോ അപ്പോൾ കർത്താവ് നമ്മളെ മാനിക്കുവാൻ തുടങ്ങും, അനുഗ്രഹിക്കുവാൻ തുടങ്ങും. വിധവയുടെ കയ്യിലെ 2 കാശിനെ കണ്ട കർത്താവ്, ബാലകന്റെ കയ്യിലെ 5 അപ്പത്തെ കണ്ട കർത്താവ്, മത്സ്യത്തിന്റെ വയറ്റിലെ മീൻ അതേ ദ്രഹ്മ കണ്ട കർത്താവ്, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതകൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകൾ, ആകുലങ്ങൾ എല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളായി, വലിയ അത്ഭുതങ്ങളായി, അതിശയ പ്രവൃത്തികളായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. ദൈവകരങ്ങളെ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവേ. തന്റെ മക്കളോട് കർത്താവിന് കരുണ തോന്നണം, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത തിരുവനന്തപുരത്തുള്ളതായ റിനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകനോട് കരുണ തോന്നണം, മനസ്സലിയണമേ. മകന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നന്മയുടെയും അനുഗ്രഹത്തിന്റെയും അത്ഭുതത്തിന്റെയും വഴികൾ തുറന്ന് സ്വർഗത്തിലെ ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനപ്രകാരം തന്നെ മകനെ അനുഗ്രഹിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നു അവരെല്ലാം വിഷയങ്ങളുടെ മേൽ, ആരെല്ലാം കണ്ണുനീരോടെ ആയിരിക്കുന്നു അവരുടെ എല്ലാം വിഷയങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവരങ്ങൾ ഈ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-ാം തീയതി തുടങ്ങിയതാണ്. ഈ മാസം ഈ ഡിസംബർ 22 വരെയുണ്ട്. ദൈവമായ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ, ആമേൻ, വിടുതലുകൾ ഒക്കെയും കർത്താവ് അയച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളുടെ കൂടെ ഉപവസിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ അറിയിക്കുക. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ. തുടർന്നും ആമേൻ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.